വിശദമായ വാർത്തകൾ നോക്കാം. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ SFIയുടെ വാദങ്ങൾ തള്ളി കേരള സർവകലാശാല VC. നിഖിൽ 6 സെമസ്റ്ററും MSM കോളേജിൽ പഠിച്ചു. കേരളയിൽ 75% ഹാജരുള്ളയാൾ എങ്ങനെ കലിംഗയിൽ പോയെന്നും പ്രിൻസിപ്പൽ സർവകലാശാലയിലെത്തി വിശദീകരണം നൽകണമെന്നും നിഖിലിന്റെ MCOM പ്രവേശനത്തിൽ കോളേജിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും VC മോഹൻ കുന്നുമ്മൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ഇവിടെ പഠിച്ചയാളാണ്. 75% കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അയാൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ സെമസ്റ്ററിൽ അയാൾ എല്ലാ പരീക്ഷയും പാസ്സായിട്ടുണ്ട്. രണ്ടാമത്തെ സെമസ്റ്റർ തൊട്ട് എനിക്ക് തോന്നുന്നു കുറേശ്ശെ ഉഴപ്പി പരീക്ഷ തോറ്റിട്ടുണ്ട്. ഇനി കുറച്ച് സെമസ്റ്ററുകളെ ബാക്കിയുള്ളൂ. അത് മുഴുവൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് പാസ്സാകാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ MSM കോളേജ് ഈ കുട്ടിയെ പഠിപ്പിച്ച കോളേജാണ്. ഈ കുട്ടി തോറ്റതാണെന്ന് ആ കോളേജിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയെ MCOMന് അവർ ചേർക്കുമ്പോൾ അവരുടെ ഭാഗത്ത് വലിയൊരു വീഴ്ചയായിട്ടാണ് കണക്കാക്കുന്നത്. അത് കോളേജ് വിശദീകരിക്കേണ്ടി വരും. എങ്ങനെയാണ് ഈ കുട്ടിയെ അവർ ചേർത്തതെന്ന്. വേറൊരു കോളേജാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് നമുക്ക് പറയാം അവർക്കറിയില്ല എന്നുള്ളതാണ്. കാരണം MCOMും BCOMും ഒരേ സബ്ജക്റ്റാണ്. BCOMിൻ്റെ അധ്യാപകർ തന്നെയാണ് MCOM പഠിപ്പിക്കുന്നത്. അവരുടെ സീനിയർ പ്രൊഫസറായിരിക്കും MCOMന് പഠിപ്പിക്കുക, ജൂനിയർ ആയിരിക്കും BCOMന് പഠിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് കോളേജ് അതീവ ഗുരുതരമായ വീഴ്ച നടത്തിയിട്ടുണ്ട്. കുട്ടി ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും കുട്ടിയുടെ ഭാഗത്ത് വലിയ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കലിംഗ യൂണിവേഴ്സിറ്റിയോട് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആധികാരികതയെക്കുറിച്ച് ചോദിക്കാൻ പോവുകയാണ്. പ്രഥമ ദൃഷ്ട്യാ ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ കലിംഗ യൂണിവേഴ്സിറ്റിയോട് ചോദിക്കണം. ഇനി അതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കലിംഗ സർവകലാശാലയിൽ നിന്ന് ലഭിച്ചുവെന്ന് നിഖിൽ അവകാശപ്പെടുന്ന പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന്റെയും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിന്റെയും പകർപ്പ് പുറത്തുവന്നു. നിഖിൽ തോമസ് 2020 കലിംഗയിൽ നിന്ന് BCOM പാസ്സായെന്നാണ് സർട്ടിഫിക്കറ്റിലുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, എന്തായാലും VCയുടെ ഭാഗത്തു നിന്ന് അല്പസമയം മുൻപ് വന്നത് ഏറെ ഗൗരവമുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. SFIയുടെ വാദങ്ങളെ പൂർണ്ണമായി ഖണ്ഡിക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളയിൽ 75% ഹാജരുള്ളയാൾ എങ്ങനെയാണ് കലിംഗയിൽ പോയി പഠിച്ചത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റെന്തൊക്കെ പ്രതികരണങ്ങളാണ് പ്രധാനമായും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത്? ഐശ്വര്യ. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇന്ന് കേരള സർവകലാശാല VC മാധ്യമങ്ങളെ കണ്ടത്. നിഖിൽ 6 സെമസ്റ്ററുകളും പഠിച്ചിരുന്നു, പരീക്ഷ എഴുതിയിരുന്നു. അതിൽ പല പരീക്ഷകളും തോറ്റുപോവുകയും ചെയ്തു. കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികതയിലും സംശയമുണ്ട് എന്നുള്ളതാണ് കേരള സർവകലാശാല VC പറഞ്ഞത്. ഐശ്വര്യയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയത്തിൽ ഇവിടെ പരീക്ഷ എഴുതാതെ SFIയുടെ സെക്രട്ടറി ജയിച്ചതായി മഹാരാജാസ് കോളേജിലെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് നേടിയെന്നുള്ള കള്ള സർട്ടിഫിക്കറ്റോടെ ലെക്ചറർ നിയമനത്തിന് പോകുന്നതും SFIക്കാരാണ്. ഇന്നിപ്പോൾ കായംകുളം MSM കോളേജിൽ BCOMന് തോറ്റ SFI നേതാവ് കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BCOM പാസ്സായി MCOMന് അഡ്മിഷൻ നേടിയ വിചിത്രമായ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇത് പരിശോധിക്കുന്നത്. അദ്ദേഹത്തിന് ഇത് പരിശോധിക്കാനുള്ള എന്ത് അധികാരം? സർവകലാശാലയുടെ VC ആണോ അദ്ദേഹം? സർവകലാശാലയുടെ രജിസ്ട്രാറാണോ അദ്ദേഹമാണോ ഇത് പരിശോധിക്കേണ്ടത്? രാവിലെ അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു കുഴപ്പവുമില്ല, എല്ലാം നീതിപൂർവവും ന്യായപൂർണവുമാണ് അഡ്മിഷൻ നടത്തിയതെന്ന് പറയുന്നു. ഇപ്പൊ കലിംഗ യൂണിവേഴ്സിറ്റി പറയുന്നു ഇങ്ങനൊരു വിദ്യാർത്ഥി ഇവിടെ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ VC പറയുന്നു 3 വർഷവും ഇവിടെ തന്നെയാണ് ഈ കുട്ടി റെഗുലർ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിൽ SFI എന്ന സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത്. PSCയുടെ തട്ടിപ്പ് വന്നാൽ അതിൽ SFI, ഇങ്ങനെ മയക്കുമരുന്ന് പിടിച്ചാൽ അവിടെ SFI, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ SFI. മാത്രമല്ല
അനധികൃത നിയമനം നേടുന്നതെടുത്താൽ SFI, കോളേജുകളിൽ അക്രമം നടന്നാൽ അതിന്റെ പിന്നിൽ SFI. സർക്കാരും പാർട്ടിയും ഇത്തരം ആളുകളെ സംരക്ഷിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അരാജകത്വം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായി SFI മാറിയിരിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പത്രക്കാരെ വിമർശിക്കുകയാണ്. നിങ്ങളാണ് ഈ വ്യാജ വാർത്തകൾ കൊടുക്കുന്നതെന്ന് പറയുകയാണ്. ആരാണ് ഇവിടെ വ്യാജ വാർത്ത കൊടുത്തത്? ആരാണ് ഈ കുട്ടിയെ കായംകുളം MSM കോളേജിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്ത ഉന്നതനായ നേതാവ് ആരാണ്? അത് പുറത്തു വരേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ പറയുന്നു ഉന്നതനായ ഒരു CPM നേതാവിന്റെ ശുപാർശ പ്രകാരമാണ് ഈ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തത്. അത് പുറത്തു വരണം. അപ്പൊ കേരള യൂണിവേഴ്സിറ്റിയുടെ VC സത്യം പറയുന്നു, കലിംഗ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ സത്യം പറയുന്നു. ഈ വസ്തുതകളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ സംഘടനയ്ക്ക് ഇനി കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് SFI പിരിച്ചുവിടണമെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി പറഞ്ഞു SFIക്കെതിരെ ആരോപണം ഉയർന്നു. SFI ഇങ്ങനെയുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുകയും വ്യാജ സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിൽ SFI നേതാവായിരുന്ന വിദ്യാ വിജയൻ 13 ദിവസമായി SFI നേതാവായ വിദ്യാ വിജയനെ പോലീസ് പിടിക്കുന്നില്ല. എവിടെ പോയി പോലീസ്? എന്തുകൊണ്ട് പിടിക്കുന്നില്ല? എന്ത് അന്വേഷണമാണ് നടക്കുന്നത്? ഈ നാട്ടിൽ പോലീസിനെ ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജന്മാർ വിലസുകയാണ്. ഒരു മര്യാദയില്ലാത്ത നിലയിലാണ് സർവകലാശാലകളിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സർവകലാശാലയിൽ VC-മാര് വേണ്ട. അതുകൊണ്ടാണല്ലോ VC-മാരെ നിയമിക്കാത്തത്. പകുതിയോളം യൂണിവേഴ്സിറ്റികളിൽ VC-മാരില്ല. കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. ഗവൺമെന്റ് കോളേജുകളിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. കുട്ടികൾ പുറത്തു നിന്ന് പരീക്ഷ എഴുതി അകത്ത് പേപ്പർ കൊണ്ട് കൊടുത്തിട്ട് ആളുകളെ വിജയിപ്പിക്കുന്നു. ഗുരുതരമായ തുടരുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി PR ഷോയും മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് കൂടി പങ്കുവച്ചത് ഞങ്ങൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കാൻ സാധ്യമാകുന്നു. ഞങ്ങളെ സംബന്ധിച്ച് കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പരിശോധിക്കാൻ വേണ്ടി കഴിയില്ല. ഞങ്ങളാൽ സാധ്യമാകുന്നത് ആ സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് പരിശോധിക്കുക. അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റ് സർവകലാശാലയിൽ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട സർവകലാശാലയിലെ അധികാരികളുമായി ബന്ധപ്പെട്ട് ആ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അത് വസ്തുതയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കുക. ഇവയെല്ലാം പരിശോധിച്ച ഘട്ടത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഈ പറഞ്ഞ സർവകലാശാലയിൽ സമർപ്പിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ ആണെന്നും അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സർവകലാശാല എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തതും എന്നുള്ളതാണ്. ആ വാദമാണ് ഞങ്ങൾ രാവിലെ ഉന്നയിച്ചത്. അത് ഞങ്ങൾക്ക് ആ ഘട്ടത്തിലും ഇപ്പോഴും ഇപ്പോൾ കേരള VC ഉൾപ്പെടെ പറയുന്ന ഘട്ടത്തിലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബോധ്യം അതാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ നിങ്ങൾ ഇങ്ങോട്ടല്ല, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ 1-2 കാര്യമുണ്ട്. അത് കലിംഗ സർവകലാശാലയിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥിക്ക് അറ്റൻഡൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളത്. ഈ പറഞ്ഞ വിദ്യാർത്ഥി കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അവിടെ പരീക്ഷ എഴുതി റിസൾട്ട് വന്ന് പാസ്സായി എന്നുള്ളത്. ഈ വിദ്യാർത്ഥി അവിടെ അറ്റൻഡൻസ് മതിയായ UGC മാനദണ്ഡ പ്രകാരമുള്ള അറ്റൻഡൻസ് ഈ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള സംശയം മാധ്യമങ്ങളല്ല, ഞങ്ങളാണ് ആദ്യം ഉന്നയിക്കുന്നത്. ആ ഒരു സംശയം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞ 1-2 കാര്യമുണ്ട്. കേരളത്തിന് പുറത്തെ വിവിധ സർവകലാശാലകൾ ഈ വിധത്തിലുണ്ട്. ഇപ്പൊ നിലവിൽ അവിടുത്തെ രജിസ്ട്രാർ പറയുന്നു അങ്ങനെ ഒരു വിദ്യാർത്ഥി അവിടെ പഠിച്ചിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച്. കേരളത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള ഒന്നല്ല, കഴിഞ്ഞ ആളുകളിലൊക്കെ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായിരുന്നു ഈ നിലയിൽ കേരളത്തിന് പുറത്ത് വിവിധങ്ങളായിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഈ രജിസ്റ്റർ ചെയ്യുന്നു, കോഴ്സിന് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതുന്നു. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതില്ല, മറ്റു വിശദാംശങ്ങളൊന്നും വേണ്ട. അങ്ങനെ പരീക്ഷ അറ്റൻഡ് ചെയ്താൽ മാത്രം ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള സർവകലാശാലകൾ കേരളത്തിന് പുറത്തുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചേർന്ന് പോകുന്നത് അതുമായി ബന്ധപ്പെട്ടാണ്. ആ നിലയിലുള്ള ഇപ്പൊ ഈ കലിംഗ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ കാണാം, വിവിധ രാജ്യങ്ങളിൽ UK ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ ഈ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് ബാൻ ചെയ്തിട്ടുണ്ട്. ഈ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് അത്തരം രാജ്യങ്ങളിൽ ഒരു കോഴ്സിനും അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കോ പരിഗണിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലയ്ക്ക് ബാൻ ചെയ്തിട്ടുള്ള സർവകലാശാലയാണ്. ഇതിൽ SFIയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇതുപോലൊരു സർവകലാശാലയിൽ SFIയുടെ ഒരു പ്രവർത്തകൻ
അല്ലെങ്കിൽ SFIയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരാൾ പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പാടുമോ എന്നുള്ളത് അതിനെ സംബന്ധിച്ച് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു തർക്കമല്ല. മറിച്ച് ഇത്തരം സർവകലാശാലകളിൽ പോയി ബിരുദം നേടിയ അല്ലെങ്കിൽ ഈ നിലയിൽ പരീക്ഷ മാത്രം അറ്റൻഡ് ചെയ്ത് ബിരുദം നേടിയ ആളുകളെ സംബന്ധിച്ചുള്ള വിവരം ഈ ഘട്ടത്തിലല്ല പറയുന്നത്. ഇപ്പൊ നിങ്ങൾ കോട്ട് ചെയ്ത് തുടങ്ങിയത് കേരള സർവകലാശാല വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിരവധിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള ആരോപണം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരേ സമയം അദ്ദേഹം 1989 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ ഒരേ സമയം കേരളത്തിലും അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിലും ഒരേ സമയം PG ചെയ്തിരുന്നു എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ആക്ഷേപം വരികയും ഒരേ സമയം ഇന്ത്യയുടെ വിവിധ അറ്റങ്ങളിൽ ഒരേ സമയം കോഴ്സ് ചെയ്തതുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടി ഉൾപ്പെടെ കോടതിയിൽ കേസ് ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ നിലയിൽ 89 മോഹൻ കുന്നുമലന്റെ കാലഘട്ടം മുതൽ ഈ വിഷയമുണ്ട്. ഈ വിഷയം ഗൌരവകരമായി അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ കേരളത്തിലടക്കം ഈ നിലയിൽ കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളിൽ ഈ വിധത്തിൽ അഡ്മിഷൻ റെഡിയാക്കി കൊടുക്കുന്ന ഏജന്റുമാർ, അഡ്മിഷൻ റെഡിയാക്കി കൊടുത്ത് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജന്റുമാർ, അത്തരം ഏജന്റുമാർ കേരളത്തിന്റെ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുത ഞങ്ങൾ മുൻകാലങ്ങളിലും ഉന്നയിച്ചിട്ടുണ്ട്. വളരെ ഗൌരവമുള്ള വിഷയമാണ്. ആ ഗൌരവകരമായ സാഹചര്യത്തിലേക്ക് ഈ വിഷയം ചർച്ചയാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. അങ്ങനെ സ്വാഗതം ചെയ്യുമ്പോൾ ഇത് SFIയിൽ അല്ലെങ്കിൽ SFIയുടെ പ്രവർത്തകനായിരുന്ന ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ചർച്ചയല്ല. അതീവ ഗൌരവമുള്ള വിഷയമാണ്. ഈ വിഷയം അതേ ഗൌരവത്തിൽ തന്നെ ചർച്ചയാകേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെ പല കോണുകളിലും ഇത്തരം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജന്റുമാരുണ്ട്. അത്തരം ആളുകളെ അടക്കം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ആളുകൾക്കെതിരെ അടക്കം നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെ പുറത്തും ഈ നിലയിൽ സർട്ടിഫിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവകലാശാലകളെ സംബന്ധിച്ച് വലിയ അന്വേഷണം അത്തരം സർവകലാശാലകൾ അടച്ചുപൂട്ടുന്ന നിലയിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ വിദ്യാർത്ഥിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് പരിശോധിക്കാൻ സാധ്യമാകുന്ന രണ്ട് വഴി ഇതാണ്. ആ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുക, ആ സർട്ടിഫിക്കറ്റ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല കൊടുത്തിട്ടുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒറിജിനലാണോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച് സാധ്യമാകുന്നത്. മറ്റന്വേഷണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ നടത്തേണ്ടതാണ്. ആ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളുടെ പുറത്താണ്. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇത് പോയി എത്തി നിൽക്കുന്നത് അതിഭീകരമായിട്ടുള്ള വലിയ മാഫിയ സംഘങ്ങളുമായിട്ട് ഈ നിലയിൽ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മാഫിയ സംഘങ്ങളിലേക്കാണ്. ആ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ആ അന്വേഷണം നടക്കും. നിങ്ങളുടെ ചർച്ചകൾ ഉൾപ്പെടെ ആ നിലയിലേക്ക് പോകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സർവകലാശാലയിൽ നിന്ന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നേരിട്ട് പോയി നിങ്ങൾക്ക് പരിശോധിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞല്ലോ. ഇതൊന്നും ചെയ്യാതെ ഈ ആള് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് കാണിച്ചപ്പോൾ അത് നോക്കിയിട്ട് ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് ക്ലീൻ ചിറ്റ് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റുമല്ല ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞത് ഈ ആളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ പരിശോധിച്ചതിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല. ഈ സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായും കേരള സർവകലാശാലയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമർപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാല എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഒറിജിനലാണ്. അത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാല എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഈ വിദ്യാർത്ഥിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സർവകലാശാല പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വസ്തുതയാണ്. ആ വസ്തുതയുടെ കൂടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ഒറിജിനലാണ് എന്നുള്ള വാദം മുന്നോട്ട് വെച്ചിരുന്നത്. സ്വാഭാവികമായും നിങ്ങൾക്ക് നൽകിയ സർട്ടിഫിക്കറ്റുകളുടെ കൂട്ടത്തിൽ ആ സർവകലാശാല പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുണ്ട്. ആ തീർച്ചയായിട്ടും ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചു. ഞങ്ങൾക്ക് ഇതിനകത്ത് ഇതിൽ ആധികാരികമായി വർത്തമാനം പറയാൻ വേണ്ടി കഴിയുക, ആധികാരികമായിട്ടുള്ള വിവരം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയുക യൂണിവേഴ്സിറ്റിക്കാണ്, സർവകലാശാലയ്ക്കാണ്. സർവകലാശാല സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ അല്ല, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ നടത്തിയ പരിശോധന ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അല്ലെങ്കിൽ സർവകലാശാലയിൽ കൂടി ഞങ്ങൾ പരിശോധന രജിസ്ട്രേഷൻ റദ്ദാക്കിയെന്നും കൂടി പറഞ്ഞിരുന്നു. ആ ക്യാൻസൽ ചെയ്തിട്ടാണ് ഇവിടുത്തെ ഡിഗ്രി കോഴ്സ് ക്യാൻസൽ ചെയ്ത ശേഷമാണ് അവിടെ അഡ്മിഷൻ എടുത്തതെന്ന് പറഞ്ഞു. അല്ല ഒരേ സമയം ഈ കോഴ്സുകൾക്ക് ക്യാൻസൽ ചെയ്തു. ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞത് ഒരേ സമയം രണ്ട് കോഴ്സും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരേ സമയം രണ്ട് കോഴ്സുകളും ചെയ്തിട്ടുണ്ട്.
ഇത് ക്യാൻസൽ ചെയ്തതിനു ശേഷം അവിടെ പോയി ജോയിൻ ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ 2 കോഴ്സുകളും ചെയ്യുകയും അതിനുശേഷം PG അഡ്മിഷൻ ആകുന്നതിന് മുൻപ് ഒരു കോഴ്സ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ക്യാൻസൽ ചെയ്തതായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. VC പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും വലിയ പരിശോധന നടത്തേണ്ടതാണ്. SFIക്ക് പരിശോധിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായും VC പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പേരിൽ ആ നിലക്കുള്ള അന്വേഷണം നടക്കണം. ആ നിലക്കുള്ള ഇപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അതൊരു വ്യാജമാണെന്ന് ഇപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? SFIക്ക് ഈവൻ ഈ സമർപ്പിച്ച നിഖിൽ സമർപ്പിച്ചത് വ്യാജമായ ഒരു അല്ല സ്വാഭാവിക അല്ല ഞാൻ പറയട്ടെ, ഇതിൽ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ നിലവിൽ സർവകലാശാല എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തു. അത് സർവകലാശാലയിൽ ലഭിച്ച ഡോക്യുമെന്റുകൾ പരിശോധിച്ച് ആ ഡോക്യുമെന്റുകൾ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സർവകലാശാല എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാകുക. അങ്ങനെ സ്വാഭാവികമായും അല്ല അതിനെ സംബന്ധിച്ച് അന്വേഷണമാണ് നടക്കുന്നത്. അല്ല അതിനെ സംബന്ധിച്ച് അന്വേഷണമാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അർഷം നിഖിൽ കുറ്റക്കാരനല്ലേ? നിങ്ങൾ ഇപ്പോഴും നിഖിലിനെ വിശ്വസിക്കുന്നുണ്ടോ? നിഖിൽ SFI അടക്കം വഞ്ചിക്കുന്ന ഒരു നിലപാടല്ലേ സ്വീകരിച്ചത്? അല്ല ഞാൻ പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ സർവകലാശാലയിൽ സമർപ്പിച്ച രേഖകൾ അത് വസ്തുതയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സർവകലാശാല ഈ പറഞ്ഞ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഞങ്ങൾക്ക് പരിശോധിക്കാൻ സാധ്യമാകുന്നത് അങ്ങനെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഒറിജിനലാണോ, അത് ഒറിജിനലാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് പറഞ്ഞത്. ഇനി അതിന്റെ അപ്പുറം അല്ല ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വ്യാജാണെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. അല്ല ശരി ഞാൻ പറയട്ടെ. അതെ കലിംഗ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ഈ നിലയിൽ സർവകലാശാലയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലാണ് ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടന്നതിന് ശേഷമാണ്. ആ അന്വേഷണം നടത്താനുള്ളപ്പോ നിങ്ങൾ രാവിലെ തൊട്ട് പറയുന്നത് SFI ആണോ പരിശോധിക്കേണ്ടതെന്നുള്ളതാണ്. SFI ആണോ പരിശോധിക്കേണ്ടതെന്നുള്ളതാണ്. ഇതുമായി ഞങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. സർവകലാശാല കൊടുത്തിട്ടുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫേക്ക് അല്ല. ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫേക്ക് അല്ല എന്നുള്ള ബോധ്യമുണ്ട്. അല്ല എലിജിബിലിറ്റി വ്യാജമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. ശക്തമായിട്ടുള്ള അന്വേഷണം അതെ വ്യാജമല്ല എന്നുള്ളത് തന്നെയായിരുന്നു. ആ വ്യാജമല്ല എന്ന് പറയുന്നതിന് വേണ്ടി കാരണമായത് എന്ത് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി. ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഞാൻ പറയട്ടെ, ആ സർട്ടിഫിക്കറ്റ് പരിശോധിക്കേണ്ട ആളുകൾ സർവകലാശാലയാണല്ലോ, അല്ലെ ഹൃദയ സർവകലാശാലയാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ സർവകലാശാല അത് പരിശോധിച്ച് അത് ഒറിജിനൽ ആണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെങ്കിൽ ഓക്കെ, അതിനകത്ത് തർക്കമല്ല. നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ രേഖയും വ്യാജാണ്, ഒരു തർക്കമില്ല. എന്നാൽ സർവകലാശാല ഇത് പരിശോധിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ അത് പരിശോധിച്ച് അതിന് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തു. ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പരിശോധിക്കാൻ സാധ്യമാകുക സർവകലാശാലയിൽ ബന്ധപ്പെട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അതിനകത്ത് നമ്പർ ഉണ്ട്, ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്, ഇത് ഒറിജിനൽ ആണോ എന്നുള്ളതാണല്ലോ പരിശോധിക്കാൻ സാധ്യമാകുന്നത്. അങ്ങനെ ഞങ്ങൾ പരിശോധിച്ചു. രാവിലെ പരിശോധിച്ചപ്പോൾ ഒരേ സമയത്ത് 2 സ്ഥലത്ത് അതിന്റെ സമയവും വർഷവും തമ്മിൽ സാമ്യം തോന്നിയില്ലേ? ഒരേ സമയത്ത് പഠിച്ചതാണെന്ന് തോന്നിയില്ലേ? അതെ, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ അങ്ങോട്ടാ പറഞ്ഞത്. ആ ഒരേ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങോട്ടാണ് നിങ്ങൾ ഇതുവരെ ഉന്നയിക്കാത്ത ഒരു വിഷയം ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് അറ്റൻഡൻസുമായി ബന്ധപ്പെട്ട വിഷയം അത് പരിശോധിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്, അത് അന്വേഷിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതെ, യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് ഒരു മാഫിയ പ്രവർത്തിക്കുന്ന പോലെയുള്ള രീതിയാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അങ്ങനെയെങ്കിൽ നിഖിൽ ആ മാഫിയയുടെ ഭാഗമില്ലേ? നിഖിൽ ആ മാഫിയയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. സ്വാഭാവികമായിട്ടും നിഖില് ഇവിടുന്ന് കലിംഗ സർവകലാശാല തെരഞ്ഞന്വേഷിച്ചു പോയി ആ സർവകലാശാലയിൽ രജിസ്റ്റർ ചെയ്ത് ആ സർവകലാശാലയിൽ പോയി പരീക്ഷ എഴുതി പോരാനുള്ള അവസ്ഥ എന്തായാലും +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടാവില്ലല്ലോ. അത്തരം മാഫിയകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ, ആ മാഫിയകളുടെ ഇടപെടൽ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള അന്വേഷണം ഇത്തരം മാഫിയ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇത്തരം അഡ്മിഷൻ ഏജന്റുമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ അന്വേഷണം നടക്കണം. അത് നിയമവിരുദ്ധമായിട്ടുള്ള ഇടപെടലാണ് എങ്കിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം. അത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ച് പോകാൻ വേണ്ടി അനുവദിക്കാത്ത നിലയിലേക്കുള്ള നടപടി ഉണ്ടാകണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾ രാവിലെ സർട്ടിഫിക്കറ്റ് വ്യാജമല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ പറഞ്ഞ വൈഫിനകത്ത് പറഞ്ഞത് 2018 മുതൽ 2021 വരെ കോഴ്സ് ചെയ്തു എന്നുള്ളതാണ്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളിപ്പോൾ നമുക്ക് തന്ന സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുന്നത് പാസ്സായ വർഷം 2020 കോഴ്സ് കഴിഞ്ഞു. 2021 ഈ പറഞ്ഞവർക്ക് ബാക്കി പേപ്പർ ക്ലിയർ ചെയ്യാനുള്ളത് ക്ലിയർ ചെയ്ത് 2021
സർട്ടിഫിക്കറ്റ് ആണ്. ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 2021 മാസമാണ്. അത് ആദ്യത്തെ പേപ്പറിൽ സപ്ലിമെന്ററി ഉണ്ടായി. 2021 അത് ക്ലിയർ ചെയ്തെടുത്ത് 2021 കോഴ്സ് തീർന്ന് പോന്നു എന്നുള്ള നിലയ്ക്കാണ് സർട്ടിഫിക്കറ്റ് ഉള്ളത്. അറ്റൻഡൻസ് പോലും ഇല്ല എന്നുള്ളത് ഇയാൾക്ക് അറ്റൻഡൻസ് ഇങ്ങനെ ഒരാൾ അവിടെ പഠിച്ചിട്ടില്ല എന്ന് ആ സർവകലാശാലയുടെ രജിസ്ട്രാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അതെ, ആ അറ്റൻഡൻസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യം ആക്ഷേപം ഉന്നയിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടും? പരീക്ഷ പാസ്സായി എന്നുള്ളത്. അതെ, അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഈ ആക്ഷേപം, ഈ സംശയം ആദ്യം ഉന്നയിക്കുന്നത് ഞങ്ങളാണ്. ആ അറ്റൻഡൻസ് ഉൾപ്പെടെ ലഭിക്കാതെ ഇപ്പോ ഈ നിലയിൽ സർട്ടിഫിക്കറ്റുകൾ പല സർവകലാശാലകൾ, കലിംഗ യൂണിവേഴ്സിറ്റി മാത്രമല്ല, പല സർവകലാശാലകളിൽ ഈ നിലയിൽ സർട്ടിഫിക്കറ്റുകൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി പോകുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിവരം എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. റായ്പൂരിൽ SFI ഉണ്ടോ? അതായത് ഇങ്ങനെ ഒരു ഇയാളെന്തായാലും SFIയുടെ സജീവ പ്രവർത്തനം നേതാവുമായിരുന്നു. അവിടെ പോയ കലിംഗ സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് SFI സംഘടന സ്ഥലത്തുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ട് അറിയില്ല. രാവിലത്തെ പരിശോധന കാര്യമാണ്. അതായത് കേരള യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തെന്നാണ് പറയുന്നത്. കലിംഗ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സിന്റെ എലിജിബിലിറ്റി ആണ് കേരള യൂണിവേഴ്സിറ്റി VC കൊടുത്തിരിക്കുന്നത്. ഈ നിഖിൽ പഠിച്ച കോഴ്സിന് എലിജിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ എങ്ങനെ എത്തിപ്പെട്ടു, അക്കാര്യത്തിലൊന്നും നിങ്ങൾ രാവിലെ പരിശോധിച്ചപ്പോൾ ഈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ഡോക്യുമെന്റ് മുഴുവൻ ഇയാള് സർവകലാശാലയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ ഡോക്യുമെന്റുകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് സർവകലാശാല എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ പ്രൊവൈഡ് ചെയ്ത എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒറിജിനലാണ്, അത് വസ്തുതയാണ്. അപ്പോഴും ഈ കലിംഗ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് വ്യാജമാണ്, അത് സർവകലാശാലയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അപ്പോഴും ആർഷോ ഇതുവരെയും ആ നിഖിൽ എന്ന ഒരു നേതാവിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ലെന്നാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഉയർന്നു വന്ന ഈ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ ഇന്നലെ വരെ ഉയർത്തിയ വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് ലഭിച്ച ബോധ്യമാണ് നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇപ്പോ നിലവിൽ VC പറയുന്നുണ്ട്, അവിടുത്തെ കലിംഗയിലെ രജിസ്ട്രാർ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇതിനകത്ത് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഒരു തർക്കമില്ല അതിലൊരു തർക്കമില്ല. ഈ പറഞ്ഞ ആള് ഇപ്പോ അല്ല, തീർച്ചയായിട്ടും നമ്മൾ ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച്, നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം ഫീസ് അടച്ചതിന്റെ ഡോക്യുമെന്റുകളുണ്ട്. ഓരോ സെമസ്റ്റർ പരീക്ഷയുടെയും ഫീസ് അടച്ചതിന്റെ ഡോക്യുമെന്റ് ഉണ്ട്. സർവകലാശാലയിൽ ഫീസ് അടച്ചതിന്റെ ഡോക്യുമെന്റ് ഉണ്ട്. ഈ പറഞ്ഞ പരീക്ഷ എഴുതിയതുമായി ബന്ധപ്പെട്ട ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട് എന്ന് പറയുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും നമുക്ക് സാധ്യത അടുത്തത് ഇതിന്റെ ആധികാരികത സർവകലാശാലയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കുക എന്നുള്ളത്, വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ടിക്കറ്റൊക്കെ കാണിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ നിങ്ങളെയും അങ്ങനെ ഇന്ന് രാവിലത്തെ ബൈറ്റിൽ ആർഷോ കൃത്യമായി പറയുന്നുണ്ട്, വ്യാജ പരാതിയുണ്ട്, അതിനെതിരെ ആ പ്രചാരണം നടത്തിയവർക്കെതിരെ പരാതി കൊടുക്കും നിഖില് എന്ന് പറഞ്ഞിരുന്നു കൃത്യമായി. VC പറഞ്ഞത് പ്രാഥമിക അന്വേഷണത്തിൽ VCക്കെതിരെ കേസ് കൊടുക്കും. അല്ല, VCക്കെതിരെ ഉള്ളൊരു കേസ് ഞാൻ പറഞ്ഞല്ലോ. അല്ല, സമാനമായിട്ടുള്ള ആരോപണം നേരിട്ടുന്ന ഒരാളാണ് VC. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും അധിക സംശയത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് VC നിലവിൽ മോഹനൻകുന്ന് VC ഇന്ന് ഈ മോഹനൻകുന്നുമൽ എന്ന് പറയുന്ന ആരോഗ്യ സർവകലാശാലയുടെയും നിലവിൽ കേരള സർവകലാശാലയുടെയും VC ആയിട്ടുള്ള ആള് ആദ്യമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പ് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് VC രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ അതടക്കം പരിശോധിക്കേണ്ട സാധനമാണ്. അത് വേറെ. അതെല്ലാം ഞങ്ങൾ പറഞ്ഞു, ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അത് ഞങ്ങൾ എന്തെങ്കിലും എതിരഭിപ്രായം പറഞ്ഞു. സമഗ്രമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം ഈ ഒരൊറ്റ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട അന്വേഷണമല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 89 ഈ പറഞ്ഞ VCയുടെ സർട്ടിഫിക്കറ്റാണ് പറഞ്ഞത്. അപ്പൊ ആ കാലം തൊട്ട് ഈ നിലയിൽ കേരളത്തിന് പുറത്തുള്ള പല സർവകലാശാലകളിലും നിന്നും ഈ നിലയിൽ കോഴ്സിന് അറ്റൻഡൻസ് ഇല്ലാതെ ക്ലാസ്സിൽ പോകാതെ പരീക്ഷ മാത്രം എഴുതി നേടിയ സർട്ടിഫിക്കറ്റുകളുമായി വിവിധ ആളുകൾ നമ്മുടെ നാട്ടിൽ കൂടെ ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ആ സർവകലാശാലകളിലേക്ക് എത്തിക്കുന്ന ഏജന്റുമാര്, മാഫിയ സംഘങ്ങൾ നമ്മുടെ നാട്ടിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഇനി ഇതേപോലൊരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. SFI പാർഷയുടെ കാര്യത്തിൽ ആർഷോ DGPക്ക് പരാതി കൊടുത്തു. അതുപോലെ ഒരു പരാതി, വലിയ ആരോപണം ഉയർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നേതാവിനെതിരെ SFI അതിന്റെ അടിസ്ഥാനത്തിൽ SFIക്കെതിരെ ആരോപണങ്ങൾ വരും. അപ്പൊ ഈ കാര്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും പരാതി കൊടുക്കും. പക്ഷേ ഇന്ന് രാവിലെ ബൈറ്റ് എന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ അറസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് രാവിലെ ഒരു വലിയ ക്യാമ്പയിൻ മാതൃഭൂമി ന്യൂസ് നടത്തുന്നു പറഞ്ഞു, മറ്റു പല മാധ്യമങ്ങളുടെയും പേര് പറഞ്ഞു. അപ്പോ മാധ്യമങ്ങൾ ഒരു വ്യാജ വാർത്തയാണ് പ്രചരിപ്പിച്ചത് എന്ന് ഇപ്പോഴും അങ്ങനെ മാധ്യമങ്ങൾ ഞാൻ പറയാം. അവിടെ ഞാൻ പറഞ്ഞുതരാം.
നിങ്ങൾ ഈ വാർത്ത വരുന്ന ഘട്ടത്തിൽ ഒരു ആധികാരികത നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, ഒരു വസ്തുത നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല, ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. നിങ്ങൾ ബന്ധപ്പെട്ട എന്തെങ്കിലും പരിശോധന നടത്തിയില്ല? ഒരു പരിശോധന നടത്തിയിട്ടില്ല. ഒരു പരിശോധനയും നടത്താതെ ഞാൻ പറയട്ടെ, ഒരു പരിശോധനയും നടത്താതെയാണ് നിങ്ങൾ. അപ്പൊ ഇന്ന് നിങ്ങൾ ആ ഘട്ടത്തിൽ വി സിയോട് ചോദിച്ചിരുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ വി സി പറഞ്ഞതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം ഞാൻ നടത്തി. നിങ്ങൾ കൊടുത്ത വാർത്തകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും ആയിരുന്നില്ല ഉന്നയിച്ചിരുന്നത്. നിങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത് SFI വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ആളുകളാണ്. SFI വ്യാജ അങ്ങനെ തന്നെ എന്തായിരുന്നു 2 ദിവസം? എന്തായിരുന്നു? നിങ്ങളുടെ വാർത്ത എങ്ങനെയായിരുന്നു? നിങ്ങളുടെ വാർത്ത എങ്ങനെയായിരുന്നു? അങ്ങനെ ആയിരുന്നില്ല. ഞാൻ പറയാം. ഞാൻ ചോദിക്കുന്നത് ഇന്നലെയും മിനിഞ്ഞാന്ന് നിങ്ങൾ കൊടുത്തിരുന്ന വാർത്ത ഏത് വിധത്തിലായിരുന്നു? ഇന്നലെയും മിനിഞ്ഞാന്നും നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന വാർത്ത SFI വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഘടനയാണ് എന്ന് അങ്ങനെ സ്ഥാപിക്കുന്ന വാർത്ത തന്നെയാണ്. ഇതാ ഏഷ്യാനെറ്റിന്റെ, ഞാൻ രാവിലെ കാണിച്ചത് ഏഷ്യാനെറ്റിന്റെ കാർഡായിരുന്നില്ലേ? എന്താ കാർഡ് ധ്വനിപ്പിക്കുന്നത്? ആലപ്പുഴ SFIയിലും വ്യാജ ഡിഗ്രി. അത് നിഖിൽ തോമസ് ഞാൻ പറയട്ടെ. അത് എന്താ നിങ്ങളുടെ വാർത്തയുടെ ധ്വനി എന്താ? നിങ്ങളുടെ ആ വാർത്തയുടെ ധ്വനി എന്താ? SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നല്ലോ, മുൻ SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു ആ ഘട്ടത്തിൽ. നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോ പോട്ടെ. അതെ, ആയിക്കോട്ടെ. നിങ്ങൾ ധ്വനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് SFI വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന നിലയിലായിരുന്നു നിങ്ങൾ വാർത്ത കൊടുത്തത് എന്നുള്ളതിനകത്ത് ഒരു തർക്കമല്ല. അതിപ്പോ അങ്ങനെ അല്ലാതെ നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അത് അങ്ങനെ അല്ലാതാവില്ല. ഇപ്പൊ നമ്മുടെ വിഷയം ഇതാണോ? അല്ല. നമ്മുടെ വിഷയം ഇതിനകത്ത് SFI ഇടപെടലോ അല്ലെങ്കിൽ SFIയുടെ ഒരു നേതാവ് ഏതെങ്കിലും ഒരു സർവകലാശാലയെ സ്വാധീനിച്ച് നിയമവിരുദ്ധമായി എന്തെങ്കിലും നേടിയതല്ല. നമ്മുടെ വിഷയം ഈ കലിംഗ സർവകലാശാലയിലെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് അത് ഈ ചെറിയൊരു വിഷയമല്ല, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിനെ അതേ ഗൗരവ സ്വഭാവത്തിൽ ചർച്ചയാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ പറയുന്ന ആളെ വിളിച്ച് സംസാരിച്ചോ? ഇതിനുശേഷം ആശയെ കണ്ട് രാവിലെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ബോധ്യപ്പെടുത്തി പോയതല്ലേ? അയാളെ വിളിച്ച് ഈ ഘട്ടത്തിൽ അയാളെ ബന്ധപ്പെട്ടിട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇല്ല, ഞങ്ങൾ പറഞ്ഞില്ല. ഇതിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFI തന്നെ പരാതിപ്പെടാൻ വേണ്ടി തയ്യാറാണ്. ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള രാവിലെ നിഖിലിനോട് ചോദിച്ചു. അറ്റൻഡൻസിന്റെ സംശയം ആർഷവും തന്നെ രാവിലെ ഞാനത് അതിനുശേഷം ഇല്ല ഈ പറഞ്ഞ ഡോക്യുമെന്റുകൾ മുഴുവൻ ലഭിച്ചതിന് ശേഷം നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് നിഖിലിനോട് ഈ ഡോക്യുമെന്റ് പരിശോധിച്ചതിന് ശേഷം ഞാൻ പറയട്ടെ, ഈ ഡോക്യുമെന്റ് പരിശോധിച്ചതിന് ശേഷം ഇതിനകത്ത് ഒരേ സമയം രണ്ടിടത്ത് വന്നതുമായി ബന്ധപ്പെട്ട് അപ്പൊ രാവിലെ നിഖിലിനെ ഞാൻ നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ രാവിലെ ചില മാധ്യമങ്ങളാണ് കൊടുത്തത് ഈ പറഞ്ഞ പോലെ നിഖിൽ ഇവിടെ വന്ന് SFIക്ക് ഡോക്യുമെന്റ് സമർപ്പിച്ചു എന്നുള്ളത്. ഈ പറഞ്ഞ നമ്മൾ ആ ഡോക്യുമെന്റ് നമുക്ക് ഇവിടെ എത്തിക്കുകയാണ് ചെയ്തത്. നിഖിൽ നിലവിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് പരിശോധിച്ചതിന് അടിസ്ഥാനം ചിലപ്പോൾ നിങ്ങളെ പ്രസ്സിനെ കണ്ടതിന് ശേഷം ഈ പറഞ്ഞ ആളെ വിളിച്ച് ഫോണിൽ കിട്ടിയിട്ടില്ല. ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉന്നയിച്ച വ്യാജ സർട്ടിഫിക്കറ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അന്വേഷിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് അധികമായി നമ്മൾ പരിശോധിക്കേണ്ടതും വലിയ അന്വേഷണം നടക്കേണ്ടതുമായ വിഷയം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചും രാവിലെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ആർഷോ ആരെയാണ് വിശ്വസിക്കുന്നത്? നിഖിലിനെയാണോ അല്ലെങ്കിൽ വൈസ് ചാൻസലറെയാണോ? ഇതില് വളരെ വ്യക്തിപരമായിട്ട് ആരെ വിശ്വസിക്കുന്നതിന്റെ വിഷയമല്ല ഇവിടെ നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരാളെ വിശ്വസിക്കുന്ന വിഷയമല്ല. ഇവിടെ നമ്മൾ അന്വേഷിക്കേണ്ടതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതും നമ്മൾ ഈ തെറ്റായ നിലയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള സംവിധാനങ്ങളുടെ, കേരളത്തിന് പുറത്തുള്ള ചില പ്രൈവറ്റ് സർവകലാശാലകളുടെ, ആ സർവകലാശാലകളിലേക്ക് ആളെ എത്തിക്കുന്ന ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില മാഫിയ സംഘങ്ങൾ, ഏജന്റുമാർ, അവരിലേക്കാണ് നമ്മുടെ ചർച്ച എത്തേണ്ടത്. അവരെ സംബന്ധിച്ചുള്ള വലിയ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പരാതി നൽകി SFI മുന്നോട്ട് പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടതല്ല SFIയുടെ സംഘടനാ പ്രവർത്തകർ, SFIയുടെ പ്രവർത്തകർ എന്നൊരു ബോധ്യത്തിൽ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമെങ്കിലും ഈ സംഘടനയിൽ വരുന്ന ആൾക്കാർക്ക് നൽകേണ്ടതല്ലേ? ഈ സംഘടനയിൽ വരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസമൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളിത് പറഞ്ഞപ്പോ ഇതിനോട് കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടെ പറഞ്ഞു. ഇത്തരത്തിലൊരു സർവകലാശാലയിൽ, കലിംഗ പോലൊരു സർവകലാശാലയിൽ SFIയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ
SFIയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നതിൽ ശരികേടുണ്ട്. ആ ശരികേട് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ആ ശരികേട് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, ആ ശരികേട് അത്തരം സർവകലാശാലകൾ ഞങ്ങൾ അതിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത്തരം സർവകലാശാല പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. എങ്ങനെ നിങ്ങളുടെ കണക്ക് പ്രകാരമാണെങ്കിൽ അവിടുത്തെ പഠനം പൂർത്തീകരിച്ചതിന് ശേഷമാണ്. അല്ല ഞാൻ പറയട്ടെ, അല്ല ഞങ്ങളുടെ മുൻപിലേക്ക് ഇന്ന വ്യക്തി അവിടെയാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വരെ ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ മുൻപിലുള്ള ഞങ്ങളുടെ മുൻപിലുള്ള വിവരം അല്ല ഈ വിഷയം അല്ല SFI ഈ പറഞ്ഞ സമയത്ത് തന്നെ ആൾ ഇവിടെ ഇന്നടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നല്ലോ. അല്ല ഇന്ന ആള് ഇന്നടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നല്ലോ, MSMൽ പഠിക്കുന്നുണ്ടായിരുന്നല്ലോ. അതേ സമയത്ത് MSMൽ പഠിക്കുക അവിടുത്തെ സംഘടന അല്ല കലിംഗയിൽ പഠിക്കുന്ന വിവരം ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഈ വിഷയം ഉയർന്നു വരുന്ന ഘട്ടത്തിലല്ലേ ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞ ഘട്ടത്തിൽ അവിടുത്തെ സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടായിരുന്ന സർട്ടിഫിക്കറ്റ് വ്യാജമായിരുന്നു എന്നുള്ളതാണ് ഉയർന്നു വന്ന ആരോപണം. അപ്പൊ അങ്ങനെ അല്ല, ഞങ്ങൾ പരിശോധിച്ച സ്ഥലത്തെ ആ സർട്ടിഫിക്കറ്റ് വ്യാജാണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പൊ ഞങ്ങള് അവിടെ കലിംഗയിലുള്ള ഒരാളെ ഞങ്ങൾ എന്തായാലും ഇവിടെ പിടിച്ചിട്ട് ഭാരവയാക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ കായംകുളത്ത് അത്രയ്ക്ക് SFIക്ക് ക്ഷാമമുള്ള പ്രദേശമൊന്നുമല്ല. സമയം 2 റെഗുലർ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാനാവില്ല എന്ന് SFI സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാം. ഈ വിഷയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് കോളേജിലും പഠിച്ച ഡേറ്റ് ഏകദേശം ഒരുപോലെയാണെന്ന് ആർഷോയ്ക്ക് സംശയം തോന്നി. ആർഷോ തന്നെയാണ് പറഞ്ഞത് അറ്റൻഡൻസ് കാര്യം പരിശോധിക്കണമെന്ന്. അപ്പോ രണ്ടിടത്ത് ഒരേ സമയത്താണെന്ന് സംശയം കോഴ്സ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതിൽ ലഭ്യമായ വിവരം, എനിക്ക് ലഭിച്ച വിവരം ആ കോഴ്സ് ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ്. ആ കോഴ്സ് ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ്. അല്ല, കോഴ്സ് ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് ധാരണയില്ല. അപ്പൊ അതടക്കം ഞങ്ങൾ സർവകലാശാലയിൽ ഇപ്പൊ ഇന്ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് RT. കേരള സർവകലാശാലയിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരം അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ RT കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളിത് വിട്ടാലും ഞങ്ങളിത് വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഇതിന്റെ അറ്റം വരെ ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ബോധ്യമാകേണ്ട മുഴുവൻ വിഷയങ്ങളും ഞങ്ങൾ അന്വേഷിക്കും. എങ്ങനെ അല്ല, ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇതിൽ കൊണ്ട് ചുരുക്കാൻ വേണ്ടി പാടില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ ഇതിൽ ചുരുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ മാഫിയ സംഘങ്ങളിലേക്കും നിങ്ങൾ വിപുലീകരണങ്ങൾ കുറച്ചും കൂടെ തുറന്നു വെക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. പ്രൊഫഷണലും ഒറിജിനലും ഈ പറഞ്ഞ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒറിജിനൽ മീഡിയ 1 തന്നിട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചത് മീഡിയ 1 അതേപോലെ തന്നെ ദേശാഭിമാനിയും പിന്നെ അതില് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അല്ലാന്നുണ്ടെ ഞാനതെടുത്ത് തരാം. 5 എണ്ണം തന്നെ 5 ഡോക്യുമെന്റ്. നമ്മൾ 5 ഡോക്യുമെന്റ് ആണ് ഈ പറഞ്ഞവർക്ക് ആദ്യം വന്ന മീഡിയ 1 5 ഡോക്യുമെന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ വിഷയം എടുത്തു നോക്കിയോ. അല്ല, SFIയെ പിരിച്ചുവിടണമെന്നല്ല, SFIയെ നിരോധിക്കണമെന്ന് ഈ നമ്മുടെ ഇവിടെ പാർലമെന്റിനകത്ത് പറഞ്ഞ കോൺഗ്രസിന്റെ MP നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനോടുകൂടെ തന്നെ രമേശ് ചെന്നിത്തല അങ്ങനെ പറയുമ്പോൾ ഇതിനോടുകൂടെ തന്നെ രമേശ് ചെന്നിത്തലയുടെ നാട്ടുകാരനായിട്ടുള്ള KSUവിന്റെ സംസ്ഥാന കൺവീനറുടെ വ്യാജ സർട്ടിഫിക്കറ്റ് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പൊ നിങ്ങൾ ആ ചോദ്യം തിരിച്ചു വെച്ചില്ലേ? തിരിച്ചു വെച്ചോ? അപ്പൊ അതിന് മറുപടി ഇല്ലയോ? അല്ല അതിന് മറുപടി കിട്ടും നിങ്ങൾക്ക്. സർവകലാശാലയിലെ VC തന്നെ ഇപ്പൊ പറയുന്നത് ഇങ്ങനെ ഒരു കുട്ടി അവിടെ പഠിച്ചിട്ടില്ല, രജിസ്ട്രാർ പറയുന്നത് കുട്ടി പഠിച്ചിട്ടില്ല, സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറയുന്നത്. മാധ്യമങ്ങൾക്കെതിരെ തിരിയുമ്പോൾ ഉള്ളിൽ തന്നെ ഒരു പഠനം നടത്തി ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നട്ടലിന്റെ അളവൊന്നും ഞങ്ങളുടെ നട്ടലിന്റെ കണക്കൊന്നും തൽക്കാലം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എടുക്കേണ്ടതില്ല. ഞങ്ങളുടെ നട്ടലിന്റെ കനം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് അതിന്റെ ഉറപ്പ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കും നല്ല ബോധ്യമുണ്ട്, ഞങ്ങൾ അറിയുന്ന ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ നിലയിൽ നട്ടലിന്റെ അളവെടുക്കേണ്ട ചുമതലയൊന്നും ഒരു മാധ്യമ സ്ഥാപനത്തെയും ഇവിടെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് വിഷയം ചർച്ച ചെയ്തു പോവാം. അപ്പൊ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നടത്തേണ്ട പരിശോധനകൾ, ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കൊടുക്കേണ്ട വിദ്യാഭ്യാസം, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തെ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടത്. SFIയുടെ വാദങ്ങൾ പൊളിച്ച് VC കയ്യിൽ കൊടുത്തതോടുകൂടി ഇരുട്ടിൽ തപ്പി SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ മാധ്യമങ്ങളെ കാണുന്നതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ പറഞ്ഞതെല്ലാം തങ്ങളുടെ ബോധ്യം കൊണ്ടാണ് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം രാവിലെ പറഞ്ഞത് ഞങ്ങൾ എല്ലാം പരിശോധിച്ചു, ഇനി നിങ്ങൾ പരിശോധിച്ചോളൂ എന്നായിരുന്നു മാധ്യമങ്ങളെ രാവിലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി വെല്ലുവിളിച്ചത്. പക്ഷേ ഇപ്പോൾ
അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എല്ലാം ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സർട്ടിഫിക്കറ്റ് വ്യാജമല്ല എന്നതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണ്, പറഞ്ഞത് അത്രയും എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. എന്തായാലും നിഖിലിനെ കൈവിടുന്നു എന്നുള്ള കാര്യത്തിലടക്കം സംശയങ്ങൾ ബാക്കിയാണ്. എന്തായാലും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. SFI പ്രതിരോധത്തിലാവുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി പൊതുവേദിയുമായി മനു ഭരത് ചേരും. നമസ്കാരം.